കന്നുകാലികളെ കശാപ്പുകാർക്ക് വിറ്റു എന്നാരോപിച്ച് വീട്ടമ്മയുടെ വീട് സീൽ ചെയ്ത പോലീസ് നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് കർണാടകയിലെ ധർമ്മസ്ഥല പോലീസിന്റെ നടപടി പുത്തൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസ് റദ്ദാക്കിയിരിക്കുന്നത്. പത്രമേ ഗ്രാമത്തിലെ പട്ടൂരു നിവാസി സുഹറയുടെ വീടാണ് പശുവിനെയും കിടാക്കളെയും കശാപ്പുകാർക്ക് വിറ്റ് എന്നാരോപിച്ച് പോലീസ് സീൽ ചെയ്തിരുന്നത്. പോലീസ് അതിക്രമം സംബന്ധിച്ച് CPM ബെൽത്തങ്ങാടി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് BM ഭട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിവേദനവും നൽകിയിരുന്നു. കന്നുകാലികളെ വിറ്റതിന്റെ പേരിൽ വീട് കണ്ടുകെട്ടിയ പോലീസ് നടപടിയുടെ നിയമസാധ്യത ഭട്ട് ചോദ്യം ചെയ്തു. വീട് സീൽ ചെയ്തതിനാൽ സ്കൂളിൽ പോകുന്ന 2 പെൺമക്കളും മറ്റൊരു കുട്ടിയും ഉൾപ്പെടെ കുടുംബത്തിന് അഭയം നഷ്ടപ്പെട്ട കാര്യവും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. വീട് നിയമവിരുദ്ധമായി പിടിച്ചെടുത്തെന്ന് ആരോപിച്ച് ഭട്ട് ബെൽത്തങ്ങാടി തഹസീൽദാർക്കും നിവേദനം നൽകി. സുഹറയുടെ കുടുംബം ക്ഷീര കർഷകരാണ് എന്നും ഒരു പശുവിനെയും 2 കിടാക്കളെയും വിറ്റിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നു. കന്നുകാലികളെ വാങ്ങുന്നതും വിൽക്കുന്നതും പാല് ഉൽപാദകരും കർഷകരും തമ്മിൽ സാധാരണമാണെന്നും വാങ്ങുന്നവർ മൃഗങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് വിൽപ്പനക്കാർ ഉത്തരവാദികളല്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. നോട്ടീസോ വിശദീകരണത്തിനുള്ള അവസരമോ ഇല്ലാതെ വീട് പിടിച്ചെടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നും BM ഭട്ട് വ്യക്തമാക്കി. പ്രത്യേകിച്ച് സ്ത്രീയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോട് പോലീസ് ചെയ്തത് ക്രൂരതയുമാണ്. പശുവിനെ വിൽക്കുന്നത് സ്വത്ത് കണ്ടുകെട്ടലിന് ആവശ്യമായ കുറ്റകൃത്യമായി കണക്കാക്കാനുമാകില്ല. കന്നുകാലികളെ വിൽക്കുന്നത് അത്തരമൊരു കുറ്റമായി കണക്കാക്കിയാൽ എല്ലാ കർഷകരുടെയും കൃഷിയിടങ്ങൾ കണ്ടുകെട്ടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്തായാലും ഇതൊരു വിചിത്ര സംഭവമായിപ്പോയി.